പൈസ പോയെന്ന് പറയണ്ടേ, തേങ്ങ ചെയ്ത് പൈസ പോവോ? അതായത് നമുക്കിപ്പോൾ ഒരു മാസം നമ്മളൊരു 40 to 50 കണ്ടെയ്നേഴ്സ് ഓർഡേഴ്സ് എല്ലാ മാസം ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് റേറ്റിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്. അതിൽ ഈ വാർ തുടങ്ങിയതിന് ശേഷം അവർക്ക് പെട്ടെന്ന് സാധനങ്ങളൊന്നും പോയിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തോളം എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു 2 weeks 3 weeks ഒന്നും എക്സ്പോർട്ട് പോയിട്ടില്ല. ആ സമയത്ത് ദുബായിൽ മാർക്കറ്റിൽ പ്രൊഡക്റ്റ് കുറവായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് ഒറ്റയടിക്ക് 120 ദിർഹംസ് പെർ ബാഗ് പോയി. നമുക്ക് ഷിപ്പിംഗ് ചാർജൊക്കെ 1,65,000 രൂപ ഉള്ളത് വാർ കാരണം 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ ആയിരുന്നു. എങ്ങനെ പോയാലും ഇവിടെ ഈ 6 ലക്ഷം രൂപ ഷിപ്പിംഗ് കോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാലും ഈ കോക്കനറ്റിൻ്റെ പ്രൈസും എല്ലാം കൂടിയിട്ട് അവിടെ ഒരു 45 ദിർഹംസിന് സാധനം എത്തും. അത്രേ ഉള്ളൂ. പക്ഷെ അന്ന് അവിടെ ദുബായിൽ 120 ദിർഹംസാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത്ര ഹെവി പ്രോഫിറ്റാണ് കാണുന്നത്. അപ്പോൾ ഈ എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ശരി 120 ദിർഹംസ് ഉണ്ട്, ഇനിയിപ്പോൾ ഇവിടെ സാധനങ്ങൾ പോയി അവിടെ എത്തുകയാണെങ്കിലും മാർക്കറ്റിന് കുറയുകയാണെങ്കിലും ഒരു പകുതി കുറഞ്ഞോട്ടെ, ഒരു 60 ദിർഹംസ് ആയാലും അവർക്ക് ലാഭമാണ്. കാരണം 45 ദിർഹംസ് മതി എക്സ്പെൻസ് ഉള്ളൂ. ഇത് കണ്ടിട്ട് എല്ലാവരും വരും. പക്ഷേ ഇതിലെന്താ പ്രശ്നം വെച്ചാൽ ഇത്ര വലിയ ഹെവി പ്രോഫിറ്റ് കാണുമ്പം വരുന്നത് കുറഞ്ഞ ക്വാണ്ടിറ്റി അല്ല, ഹെവി ക്വാണ്ടിറ്റി. അതായത് ആ ഒരു സമയത്ത് 2 weeks നമ്മൾ ചെയ്തത് വെറും ആ ഒരു 2 weeks ചെയ്തത് 38 കണ്ടെയ്നറുകളാണ്. 2 weeks ഒരു സപ്ലയർ 38 കണ്ടെയ്നേഴ്സ്. ഇതുപോലത്തെ 100-150 സപ്ലൈസ് നമുക്ക് കിട്ടിയ വിവരപ്രകാരം അറൗണ്ട് ഒരു 150 പ്ലസ് 200 അടുത്ത് കണ്ടെയ്നേഴ്സാണ് ആ ഒരു ഷിപ്മെൻറ്റിൽ ആ ഒരു ടൈം പീരീഡിൽ അവിടെ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദുബായ് മാർക്കറ്റ് ആ സമയത്ത് 120 ദിർഹംസ് ഇവിടുന്ന് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നെങ്കിലും അവിടെ എത്തിയ പാടന്നെ അത് 120 16 ദിർഹംസ് വരെ എത്തി. മാർക്കറ്റ് പൊട്ടി എത്രയാ നോക്ക്, 120 16 ദിർഹത്തിട്ട് പൊട്ടി. മനസ്സിലായോ? അപ്പോൾ ചെയ്ത് എല്ലാവരും ഒരു ലാഭം കണ്ടപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങ് ചെയ്ത്. അപ്പോൾ എന്ത് ചെയ്ത് ഒരുമിച്ച് അങ്ങ് മാർക്കറ്റ് പൊട്ടി.